എല്ലാവർക്കും സുഖമല്ലേ? എങ്ങനെയാണ് മനുഷ്യന്മാർ പറഞ്ഞ വാക്ക് മാറ്റി പറയുന്നത് അല്ലേ? ആദ്യം ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞു, അത് കഴിയുമ്പോൾ അത് ചെയ്യില്ല എന്ന് പറയുന്നു. പാവ റിപ്പോർട്ടർ ചാനലുകാർ എന്തെങ്കിലുമൊക്കെ ഇതേമാതിരിയുള്ള ഇത് കൊണ്ടുതരുമ്പം അവരോട് പറയും, ഞങ്ങൾ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല രാമനാരായണ എന്ന് പറയുന്ന ടീംസാണ്. ഇല്ലേ, ഒന്ന് കണ്ടു നോക്ക്. ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറൊക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയമുണ്ട്. എന്നിട്ട് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയണ്ട. നിങ്ങൾ തെറ്റായ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊന്നും അല്ല കാര്യം. നിങ്ങൾ വഷളായി നിങ്ങളുടെ വിശ്വാസം. നമ്മളൊക്കെ കേട്ടതാണ് മാധ്യമങ്ങളോട് വാർത്താ സമ്മേളനത്തിൽ വി.ഡി. സതീശൻ മുൻപ് പറഞ്ഞത്. തീയതി പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്നുള്ളത്. ആ ചോദ്യം ചോദിക്കുമ്പോഴാണ് അദ്ദേഹം ഇപ്പോൾ ക്ഷുഭിതനായത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇനിയും ഇതിലൊന്നും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അനുജ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ച 24 മണിക്കൂർ പിന്നിടുകയാണ്. അതായത് നേരത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നത് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിന് ഉള്ളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകും.